സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്നു രാത്രി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരലിനെതിരെ അധിക്ഷേപ പരാമർശവുമായി ഒരു വിഭാഗം പുരുഷന്മാരുടെ കൂട്ടായ്മയായ ഓൾ കേരള മെൻസ് അസോസിയേഷൻ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയാണ് സമൂഹമാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ചത്. എന്റെ പൊന്നു ദൈവമേ, സത്യത്തിൽ ഒരിക്കലും പുറം ലോകം കാണാത്ത രീതിയിൽ ഇവനെയൊക്കെ പിടിച്ച് ജയിലിലിടണം. നമസ്കാരം. നിങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലോ, ഇന്ന് രാത്രി 10 മണി മുതൽ തിരുവനന്തപുരം സിറ്റിയില് അഴിഞ്ഞാട്ടം നടക്കാൻ പോവുകയാണ്. ഈ അഴിഞ്ഞാട്ടം നടത്താൻ പോകുന്നത്, നമസ്കാരം, ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ്. ഇവിടെ രാത്രി വനിതകളുടെ ഒത്തുചേരൽ, അതിന് ഒരു പേര് നിർദ്ദേശിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റർ. സ്വാതന്ത്ര്യ ദിനമാണ് നാളെ. അപ്പോ ഓഗസ്റ്റ് 14-ാം തീയതി രാത്രി 10 മണി മുതൽ 1 മണി വരെയാണ് ഈ അഴിഞ്ഞാട്ടം നടക്കുന്നത്. ഇവൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടവനേ അല്ല, പിന്നെ ജനിക്കേണ്ടവനേ അല്ല. ഇവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ: സ്ത്രീകളെയും പെൺകുട്ടികളെയും എങ്ങനെയൊക്കെ നശിപ്പിക്കാം, അവരെയൊക്കെ തെരുവ് ആക്കാം എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയോട് കൂടിയിട്ടാണ് ഇമാതിരി തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നത്. ഇവന്റെയൊക്കെ ബലം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇതാണ് ഡൽഹി ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച കേസിൽ ജാമ്യം ലഭിച്ച RSS ആശയ പ്രചാരകൻ TG മോഹൻദാസിന് വട്ടാഞ്ചേരിയിൽ സംഘപരിവാർ പ്രവർത്തകർ സ്വീകരണം നൽകി. TG മോഹൻദാസിന്റെ നേതൃത്വം വേണ്ടത്ര പിന്തുണച്ചില്ല എന്ന വിമർശനം BJPക്കുള്ളിൽ ശക്തമാകുന്നതിനിടെയാണ് സ്വീകരണം. TJ മോഹൻദാസ് ജയിലിലേക്ക് പോകുന്നു, അതേപോലെ ഇറങ്ങി വരുന്നു. അവനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കാൻ കുറെ അവന്മാര് ഇറങ്ങി വരുന്ന വരവ് വേണ്ട തോന്നും. നാടിനു വേണ്ടി എന്തോ മഹാസംഭവം ചെയ്തിട്ട് വരുന്ന വരവാണ്. ഇവന് ഇതേപോലെ അകത്ത് കിടക്കാൻ ചാൻസ് ഇല്ല. അഥവാ അകത്ത് കിടന്നാൽ 2 ദിവസം കഴിയുമ്പോൾ ഇതേപോലെ ഇറങ്ങി പുറത്തു വരും. കുറെ ഊളകൾ ഇവനെ ഇതുപോലെ പൊക്കിക്കൊണ്ട് നടക്കും. എന്താണെങ്കിലും അന്തസ്സുള്ള ഒരാണുങ്ങളും ഇവനെ ഒന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. അന്തസ്സില്ലാത്ത കുറെ അവന്മാര് പിന്നെ സപ്പോർട്ട് ചെയ്യും. എന്തായാലും ഈ വീഡിയോയുടെ താഴെയും അവന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ അവന്മാരുടെ കമന്റ്സ് പ്രതീക്ഷിക്കാം. ഈ സപ്പോർട്ട് ചെയ്യുന്നവന്മാരോട് പറയാനുള്ളത്, ഉളുപ്പുണ്ടോ? പിന്നെ എന്തായാലും ഇതൊക്കെ കണ്ടപ്പം എനിക്ക് ഓർമ്മ വന്നത് ഈ സീന. കാരണത്തിനാല് പെടാകൊള്ളാത്തതിന്റെ വിവരക്കേടാതാണ് ഈ പറയുന്നത്. എടോ, ആത്മധൈര്യവും ആത്മാഭിമാനമുള്ള പുരുഷന്മാർ ഒരിക്കലും സ്ത്രീകളെ അവമാനിക്കുകയോ മർദ്ദിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യില്ല. അടിച്ചമർത്തുന്നതിലല്ല, ആദരവ് പിടിച്ചു പറ്റുന്നതിലാണ് പുരുഷത്വം കാണിക്കുന്നത്. സാരമില്ല, സംസ്കാര സമ്പന്നമായ ഒരു പൈതൃകം അവകാശപ്പെടാനില്ലാത്തതിന് കുഴപ്പമാണ്. മനസ്സിലായില്ലേ? മനസ്സിലാകണമെങ്കിൽ താനും തന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനും ഒക്കെ നല്ല തന്തയ്ക്ക് ജനിക്കണം. സാരമില്ല, അടുത്ത ജന്മത്തിൽ ട്രൈ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.